രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഫെനിയും പെൺവാണിഭ സംഘത്തിന്റെ കണ്ണികളാണെന്നും ഇവരുടെ തലവൻ ഷാഫി പറമ്പിലും ആണെന്നാണ് BJPയും CPM ആരോപിക്കുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത്തരം രീതികളും അത്തരം കേസുകളുമെല്ലാം നാം പണ്ട് കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ നേതാക്കളും ഇതേ പാതയിലേക്ക് പോകുകയാണോ? ഇതിനെ നമുക്ക് ഒരു കേവലമായ രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ കേരളം എന്തായാലും വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ യുവ MLA-യുടെ ഈ പെണ്ണുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ പിടുത്തം മാത്രമല്ല, വാണിഭവും ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, വാണിഭത്തിൻ്റെ കേന്ദ്രമാണെന്ന് പറയുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സംവിധാനം ഇപ്പം കോൺഗ്രസിൻ്റെ യുവനിരയിൽ ഈ ഒരു ടീം വളർന്നു വരുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അത് ചില പ്രത്യേക വ്യക്തികളെ മാത്രം, എറണാകുളത്തെ ഒരു MP, ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ, ഈ രാഹുൽ മാങ്കൂട്ടം, ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകളതിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ VT ബൽറാമിനെയൊക്കെ ഒതുക്കപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത്. പാലക്കാടിൻ്റെ വളരെ തീപ്പൊരി കോൺഗ്രസ് നേതാവ് VT ബൽറാം, പുള്ളി എവിടെയാണ് ഇപ്പോൾ? ഇല്ല. അതുപോലെ PC വിഷ്ണുനാഥ്, ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ ധാർമ്മികമായി നല്ല സദാചാര ബോധത്തോടു കൂടി കോൺഗ്രസ് പാർട്ടിയിൽ വന്നിരുന്ന യുവ നേതാക്കളാണ്. അപ്പോൾ അത്തരക്കാരൊന്നും ഇപ്പം കോൺഗ്രസിൽ സ്ഥാനമില്ല എന്ന് മാത്രമല്ല, അവരെ പരിഗണിക്കുന്നേ ഇല്ല. പകരം ഇവർക്കാണ് ഇപ്പോൾ അവിടെ വലിയ സ്ഥാനം. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നവർക്കും ഈ പറഞ്ഞ പെണ്ണുപിടിയന്മാർക്കുമാണ് ഇപ്പോൾ കോൺഗ്രസിൽ സ്ഥാനം. അവരാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇവൻ KC വേണുഗോപാലിനെ പോലും രാഹുൽ മാങ്കൂട്ടം ഒരു കാലത്ത് വെല്ലുവിളിച്ചു. അപ്പോൾ KC ഡൽഹിയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കാരെ നടപടി, അയാൾ ക്യാമ്പയിന് പോകാൻ പാടില്ല, നടപടി എടുത്താണെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞത് പലതും എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ വെളിവിടുന്നതാണ്. അപ്പോൾ ഇതൊരു റാക്കറ്റാണെന്ന് സംശയിച്ച് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഡൽഹി മുതൽ കേരളം വരെ കോൺഗ്രസ് നേതാക്കളെ വ്യാപിച്ച് കിടക്കാൻ്റെ അർത്ഥം. KC വേണുഗോപാലിന് നേരത്തെ തന്നെ ഒരു പരാതിയുണ്ട്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ചുമതലയായിരുന്നപ്പോൾ അവിടെ ചില സ്ത്രീകൾക്ക് ഇയാൾ സീറ്റ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണം അന്നേ വന്നിരുന്നു. പണ്ട് സോളാർ കേസിലുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് പുത്തിരിയല്ല. സ്വാഭാവികമായിട്ടും ഇവർ ഈ പറഞ്ഞതുപോലെ ഇതിൽ അത് ഒരുപക്ഷെ മറ്റു ചില താല്പര്യങ്ങൾ കൊണ്ടുവരുന്നവരെ, പക്ഷേ ഇതുപോലുള്ള ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകുകയും പിന്നെ കുഞ്ഞ് വേണമെന്ന് പറയുകയും അങ്ങനെ കുഞ്ഞിനുണ്ടാക്കുകയും പിന്നെ ഗർഭാലസിപ്പിക്കാൻ വേണ്ടി ഗുളി കൊടുക്കുകയും അത് കഴിക്കാത്തതിന് തല്ലുകയും ഗർഭിണിയായിരിക്കാൻ ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്ന ഹീനമായ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇതുപോലുള്ള യുവ നേതാക്കൾ എങ്ങനെ അധപ്പതിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ഇത്തരം പ്രശ്നങ്ങൾ ഈ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും കോൺഗ്രസിന് ഇത് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന തർക്കമൊന്നും വേണ്ട. കാരണം പാലക്കാട് നമുക്കറിയാം, പാലക്കാട് രാഹുൽ മാങ്കൂട്ടം MLA ജയിച്ചു വരുന്നത്, വലിയ ഭൂരിപക്ഷം ജയിച്ചു വരികയാണ്. അവിടെ ഈ ശ്രീധരൻ എന്ന് പറയുന്ന വളരെ മാന്യനും വിവരവും വിദ്യാഭ്യാസമുള്ള അറിവും വിവരവുമുള്ള ഒരു മനുഷ്യനെയാണ് പാലക്കാടുകാർ തോൽപ്പിച്ചത്. പകരം ഈ യുവരക്തത്തിനെ ജയിപ്പിച്ചു വിട്ടു. ഇപ്പോൾ ഒരുപക്ഷെ പാലക്കാടുകാർ പശ്ചാത്തപിക്കുന്നുണ്ടാവാം. ഈ മലവാണത്തെ ആണല്ലോ നമ്മൾ ജയിപ്പിച്ച് വിട്ടത്, പാലക്കാടിനെ മൊത്തത്തിൽ നാണകം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു പക്ഷേ ഇനി അതിന് പശ്ചാത്തലത്തിൽ കഥയില്ല. ഇനി ആ തെറ്റ് ഭാവിയിൽ തന്നെ അവർക്ക് തിരുത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അത് 2026 അവർക്ക് അവസരം വരുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ നോക്കുന്ന എന്താണ്? നമ്മൾ പലപ്പോഴും പറയണ്ടല്ലോ, വ്യക്തിത്വം നമ്മൾ നോക്കും. സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പരിശോധിക്കും. അദ്ദേഹം പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നു, ഇതെല്ലാം ആളുകൾ പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഈ പറഞ്ഞ സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ് എന്നുള്ള ഒരു ഇമേജ് ഇപ്പോൾ ഫീൽഡിലേക്ക് വരുന്നത്. അതിന് വലിയ തോതിൽ പ്രചാരണം CPM കൊടുക്കുന്നുണ്ട്, BJP കൊടുക്കുന്നുണ്ട്. CPM പ്രചാരണം കൊടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും നിലവിൽ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വാർത്തയിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യണം, തൽക്കാലം ഊരണം, തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ എങ്കിലും. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസാണ് ഈ രാഹുലിൻ്റെ കേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പരമാവധി പ്രചരിപ്പിക്കും. BJPയെ സംബന്ധിച്ചിട്ട് BJP ഈ രണ്ട് കൂട്ടരുടെയും കോട്ടകളിൽ ഒരു വിള്ളലുണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. തുടക്കത്തിൽ വികസനം ആണ് അവർ വലിയ മുദ്രാവാക്യം പറഞ്ഞെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയും രാഹുലിൻ്റെ ഈ പെണ്ണുപിടിയും വന്നതോടുകൂടി അവരും ചുവട് മാറ്റി ഈ രണ്ട് വിഷയങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ പരമാവധി ആളുകളിൽ എന്ത് ചെയ്യുക, ഈ വിഷയം മാത്രം കത്തിച്ചേർത്തുക വോട്ടർമാരുടെ മനസ്സിൽ. അങ്ങനെ ഈ രണ്ട് മുന്നണികൾക്ക് ഇടയ്ക്കുള്ള ഈ പറഞ്ഞ വിരോധം ഉണ്ടല്ലോ, ആളുകളുള്ള വിരോധം, അത് BJPയിലേക്ക് കേന്ദ്രീകരിക്കുന്ന നയമാണ് BJP സ്വീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഇതിലൊരു കോട്ടം സംഭവിക്കാനുള്ള സാധ്യത.
അല്ല, അപ്പോൾ BJPക്ക് ഇത് എങ്ങനെ കൃത്യമായി ഗുണമാക്കിയാൽ അതൊരു വലിയ വിജയമാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യമിടുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കമുള്ള ആ ഒരു കേന്ദ്രങ്ങളിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ തകർച്ച ഉണ്ടാകുക? അല്ല, കോൺഗ്രസ് ഇപ്പം തിരുവനന്തപുരത്ത് കോൺഗ്രസ് നഗരസഭയ്ക്ക് ഇല്ല, നിലവിൽ അവർക്ക് ആകെയുള്ള 10 സീറ്റാണ്. അത് തന്നെ ഇപ്രാവശ്യം ജയിക്കുമെന്നുള്ള കാര്യം സംശയത്തിരിക്കുമ്പോഴാണ് ഈ ഗുരുമേ ഗുരുവരെ ഈ പുതിയൊരു വിഷയം വരുന്നത്. അപ്പോൾ അത് അവർക്ക് കൂടുതൽ പരിതാപകരമാവും. തൃശ്ശൂരിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇതിനേക്കാളും മോശമാണ്. കാരണം അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റു നിൽക്കുന്ന പാർട്ടിയാണ്, നാണം കെട്ട് തോറ്റവരാണ്. അവർ ഒരിക്കലും ജയിക്കാൻ ആഗ്രഹിച്ച അവരുടെ ശത്രുവാണ് അവിടെ ജയിച്ചു വന്നത്. 3ാം സ്ഥാനത്താണ് അവർ 3ാം സ്ഥാനത്ത് പോയി. അപ്പൊ അവിടെ ആ തോറ്റ നേതാവാണ് ഇന്ന് തിരുവനന്തപുരത്ത് പ്രചരണം നയിക്കുന്നത്. അതെ, ആ തോറ്റ തിരുവനന്തപുരത്ത് അല്ല, ഒരു പ്രതികാരമായിരിക്കുമോ? ഒരുപക്ഷെ ആയിരിക്കും, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ വേണമെങ്കിൽ. അല്ല, പ്രതികാരത്തിൽ ജയിക്കാൻ കഴിയുമോ? അതിന് സാധ്യത വളരെ കുറവാണ് ആ പ്രതികാരത്തിൻ്റെ ഇടയിൽ. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷൻ 55 ഡിവിഷനിൽ 47 എണ്ണത്തിൽ BJPക്കായിരുന്നു ലീഡ്. അപ്പോൾ അതിന് നമ്മൾ കാണാതിരുന്നൂടാ. ഈ ലീഡ് എന്ന് പറയുന്നത് 60 മുതൽ ഈ 300 വരെ വോട്ട് ലീഡുകൾക്കാണ് ഈ 47 ഡിവിഷനുകളിൽ BJPക്ക് ലീഡ് ലഭിച്ചത്. ആ ഒരു കണക്ക്, ആ പാറ്റേൺ തുടരുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ BJPക്ക് വലിയൊരു മുൻതൂക്കമുണ്ട്. ഒരുപക്ഷെ ഭരണത്തിൽ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ഈ വിഷയം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും ശബരിമല സ്വർണ്ണക്കൊള്ളയും കുറച്ച് കൂടുതൽ വോട്ട് നൽകുമെന്ന് മാത്രമല്ല, ഇവർ 2024 തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുണ്ടല്ലോ, അതെല്ലാം വെറും വ്യാജമായിരുന്നു, പൊളിയായിരുന്നു എന്ന് അവിടെ ജനങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഞങ്ങൾ ശരിയായ ആളിനെയാണ് തിരഞ്ഞെടുത്തതെന്നുള്ള ഒരു സന്തോഷം ഇപ്പോൾ തൃശ്ശൂർ ജനങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അതിനായിരിക്കും വീണ്ടും എന്ത് ചെയ്യുക? കുത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ അവിടെയും സാധ്യത BJPക്ക് തന്നെയാണ്. ഈ തൃശ്ശൂരും തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJPക്ക് BJPയോടുള്ള ജനങ്ങളുടെ സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് പ്രചാരണ രംഗത്ത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. കാരണം ഇഞ്ചോടിഞ്ചാണ്, എല്ലാ സ്ഥലങ്ങളിലും ഇഞ്ചോടിഞ്ചാണ് ഈ 3 മുന്നണി തമ്മിലുള്ള മത്സരം. 3 മുന്നണി എന്ന് പറയാൻ പറ്റില്ല, കാരണം BJP ഏതാണ്ട് ഒറ്റയ്ക്കാണ്, 95% ഒറ്റയ്ക്കാണ്. BDSന് കുറച്ച് സീറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവർ 3 പേരും മത്സരരംഗത്തും പ്രചാരണ രംഗത്തും വളരെ സജീവമാണ്. അതായത് ആൾമോസ്റ്റ് എല്ലാ വാർഡുകളിലും ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതയാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും 5-10 വോട്ട് അങ്ങോട്ടോട്ടോ മാറ്റിമറിക്കാൻ കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നേട്ടാവുന്നത് BJPക്ക് തന്നെ, തർക്കമൊന്നുമില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റീഡ് ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒരു 10-15 വർഷം മുമ്പ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ BJPക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എത്രയൊക്കെ പോയി കൈകാലം പിടിച്ചാലും ആരും വരില്ല. ഒന്നാമത് അന്ന് അവർക്ക് പ്രവർത്തകർ കുറവായിരുന്നു. അപ്പം എന്ത് ചെയ്യും? പൊതുസമൂഹത്തിൽ നിന്ന് ആളുകളെ കണ്ടെത്തലായിരുന്നു. സംഘിപ്പട്ടം ചാർത്തി കിട്ടുമെന്നുള്ള പേടിയിൽ, നാണക്കേടിൻ്റെ അടിസ്ഥാനത്തിൽ പലരും സ്ഥാനാർത്ഥി ആവാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നോക്കും, സ്ഥാനാർത്ഥി കിട്ടാത്തതിൻ്റെ ആത്മഹത്യ ചെയ്യുന്നു, ആത്മഹത്യ ശ്രമം നടത്തുന്നു. അത് ഒരു വളർച്ചയുടെ പടമായിട്ട് വേണം എന്നെ കാണാൻ. കാരണം ഇന്ന് BJPക്ക് സ്ഥാനാർത്ഥികളെ തേടി അലയേണ്ട കാര്യമില്ല. BJPക്ക് വേണ്ടി മത്സരിക്കാൻ ധാരാളം ആളുകൾ സ്വയമേവ മുന്നോട്ട് വരുന്നു. സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് കേരള സമൂഹത്തിലുണ്ടാകുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. ആ ഒരു തിരിച്ചറിവ് BJP നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അവർ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രചരണമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായി BJPക്ക് ഒരു ആരോപണം ഉന്നയിക്കാൻ 2 കക്ഷികൾക്കും ഇല്ല. എന്നാൽ BJPക്ക് അവർക്കാരെ ഉന്നയിക്കാൻ വിഷയങ്ങളുണ്ട് താനും. പ്രധാനമായിട്ട് ഈ 2 വിഷയങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇനിയുള്ള ലാസ്റ്റ് ലാപ്പിലേക്കുള്ള പ്രചരണം ഈ 2ഉം കേന്ദ്രീകരിച്ചായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അങ്ങനെ പറയുമ്പോഴും അവസാന ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് ഈ ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായി BJP തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അത് തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധിക്കും? അല്ല, അത് പഴയ കളികളൊന്നും ഇനിയിപ്പം കേരളത്തിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആളുകൾ മാനസികമായി പ്രിപ്പയർഡാണ്, പണ്ടത്തെ പോലെയല്ല. മാത്രമല്ല BJPയിൽ വോട്ട് കച്ചവടമില്ല. പണ്ട് BJP തന്നെ അങ്ങനെ ചെയ്തിരുന്നു. കാരണം വോട്ട് മറ്റൊരു തോൽപ്പിക്കാണ്ട് ഇപ്പുറത്ത് മറിച്ചു കൊടുക്കുക. ഇപ്പോൾ അവരുടെ വോട്ട് അവരുടെ ചിഹ്നത്തന്നെ അവർ ചെയ്യുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പരമാവധി ആളുകളെ അതിലേക്ക് കൊണ്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല എന്നൊരു തിരിച്ചറിവ് BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഡിവിഷനുകളിൽ, വാർഡുകളിൽ ജയിച്ചു വരേണ്ട ഒരു ആവശ്യം മറ്റ് 2 മുന്നണികൾ ഏറ്റവും കൂടുതൽ ഇപ്പം BJPക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംഭവം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. BJPയോട് BJPക്ക് തന്നെ വീഴും. മറിച്ച് ഈ അസംതൃപ്തരായ ആളുകളുണ്ടല്ലോ, ഇടതിലും വലുതിലും ഈ രാഹുലിൻ്റെ വിഷയം കാരണവും ശബരിമല കൊള്ള കാരണവും അതിർത്തരായി നിൽക്കുന്ന ആളുകൾ, അവരുടെ വോട്ട് സമാഹരിക്കാനുള്ള അക്ഷീണ പ്രയത്നമാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു മാറ്റം കേരള രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവരും BJP എന്നാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.